ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഇനിയും മുന്നോട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ചിത്രത്തിലുള്ളത്. കണ്ടില്ലേ? ആളുകൾ സഹായത്തിനായി കരയുന്നതും അതുപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ വരുന്നവരുമൊക്കെയാണ് ചിത്രത്തിലുള്ളത്. ആശംസ: പോവുക പേമാരിയുമിടിയും കൂസിയിടാതെ, കാവുകൾ പൂച്ചൂടുന്നു കാത്തുനിൽക്കയാമോണം. എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളിയാണ്. കാത്തുനിൽക്കയാമോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കഷ്ടപ്പാടുകളുടെയും പെരുമഴയുടെയും കാലം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ ഓണക്കാലം വരാനായി പ്രകൃതി കാത്തിരിക്കുകയാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചേർത്തു പിടിക്കാം: പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും. ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്തു പിടിക്കണം. അതിനെന്താണ് ആദ്യം വേണ്ടത്? ഇഷ്ടം. കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ. അപ്പോൾ ആ കുട്ടി പറയുന്നതാണ് കാറ്റിൻ്റെ തലോടലും അതുപോലെ തന്നെ മഴയുടെ കുളിരുമൊക്കെ ആ കുട്ടിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇളവെയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്താണ് ഇഷ്ടം? ഇളവെയിൽ ചൂടും അതുപോലെ തന്നെ നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഭൂമിയെ ഇഷ്ടപ്പെടുന്നു. കടലും ആകാശവും കണ്ട് കണ്ട് എനിക്ക് കൊതി തീരാറില്ല. അതുപോലെ മറ്റൊരു ഇഷ്ടമാണ് കടലും ആകാശവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കൽ. കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേൻ മഴയാണ്. കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. പിന്നെ മറ്റൊരു ഇഷ്ടമാണ് കുയിലിൻ്റെ പാട്ട് കേൾക്കുന്നത്, അതുപോലെ തന്നെ കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുന്നത്. അങ്ങനെ കളിക്കുമ്പോൾ അവളെ തന്നെ മറക്കും. കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക്. പിന്നെ കുളത്തിലെ മീനിൻ്റെ നൃത്തം, പൂക്കളുടെ മഴവിൽ കളറിലുള്ള ആ ഒരു ചന്തം, പൂമ്പാറ്റ തുള്ളിക്കളിക്കുന്നത്, അതെല്ലാം വളരെ ഇഷ്ടമാണ്. പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെ പോലെ. അപ്പോൾ പുസ്തകങ്ങളും വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. എന്തിനെ പോലെയാണ്? പഴങ്ങളെ പോലെ ഇഷ്ടമാണ്. അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, കൂട്ടുകാർ, നാട്ടുകാർ ഇഷ്ടം. അപ്പോൾ അമ്മയെ, അച്ഛനെ, ചേട്ടനെ, ചേച്ചിയെ, അനുജനെ, അനുജത്തിയെ, കൂട്ടുകാരെ, നാട്ടുകാരെ ഒക്കെ ഇഷ്ടമാണ്. ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ് അല്ലേ? അതായത് ഈ ലോകത്തെ മുഴുവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? അനിഷ്ടം എന്ന കഥയിലെ സോനയ്ക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളോടും ദേഷ്യവും അനിഷ്ടവും അഥവാ ഇഷ്ടക്കേടുമായിരുന്നു. എന്നാൽ ഇഷ്ടം എന്ന ഈ പാഠത്തിലെ കുട്ടി പ്രകൃതിയിലെ കാറ്റ്, മഴ, വെയിൽ, ജീവജാലങ്ങൾ, പുസ്തകങ്ങൾ, തൻ്റെ കുടുംബം, നാട്ടുകാർ തുടങ്ങി ഈ ലോകത്തെ മുഴുവൻ സ്നേഹത്തോടെയും പോസിറ്റീവായും കാണുന്നു. മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നതിങ്ങനെയാണ്: ലോകമേ തറവാട്, തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ വരികളും പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്തു വായിക്കൂ, കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. വള്ളത്തോളിൻ്റെ ഈ വരികൾ പറയുന്നതും നമ്മുടെ പാഠഭാഗത്തിലെ ആശയവും ഒന്നാണ്. ലോകത്തെ മുഴുവൻ സ്വന്തം തറവാടായി, വീടായി കാണുകയും പ്രകൃതിയിലെ പുൽക്കൊടിയെയും പൂക്കളെയും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന വസുദൈവ കുടുംബകം, ലോകം ഒരു കുടുംബം എന്ന വലിയ ആശയമാണ് ഇവ രണ്ടും പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കിങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട്? ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരയ്ക്കൂ. എനിക്ക് പൂന്തോട്ടം നനയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ചെടികളിൽ പുതിയ പൂക്കൾ വിരിയുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും.
അതുപോലെ തന്നെ എനിക്ക് മഴയത്ത് കടലാസ് തോണി കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കൂട്ടുകാരോടൊപ്പം തോണി ഒഴുക്കുന്നത് നല്ല രസമാണ്. പിന്നെ എനിക്ക് രാത്രിയിൽ ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും അമ്പിളിമാമനെയും നോക്കി നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? 2 കുട്ടികൾ മരക്കൊമ്പിലിരിക്കുന്നു. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഉറുമ്പുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. കണ്ടില്ലേ? വള്ളി ഇട്ടുകൊടുത്ത്. ലോകമാകെ ഒരു വീടാണ്. ഈ അറിവ് ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണ്? വാവ ജീവനെ കാക്കുന്നു. ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്ക് കണ്ടു മിഴി നിറഞ്ഞു. അവളുടെ കാക്ക, കുയിൽ, പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ. കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും? പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു. അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു. പുള്ളിക്കുടയൊന്നുടനെ വേണം. അമ്മ നിവർത്തി നിലത്തുവെച്ചു. ജാലകവാതിലിലൂടെ നോക്കി വാവാ വിളിക്കുകയായി വാവ. ആ വിളി കേട്ടപാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, പൊള്ളുമാകാശച്ചെരുവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു. അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു. എല്ലാവരോടുമിണങ്ങി വാവ, മാമു കൊടുത്ത് ഉറക്കി വാവ. ഒപ്പമുറങ്ങുകയായി വാവ, അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. എഴുതിയിരിക്കുന്നത് വീരാൻകുട്ടി. ഇനിയുള്ള ദിവസങ്ങൾ എന്ന കൃതിയിൽ നിന്ന്. എന്താണ് കവിതയിൽ പറയുന്നത്? ആകാശം മുഴുവൻ കറുത്തിരുണ്ട് ലോകാവസാനം പോലെ ശക്തമായ ഇടിയും പെരുമഴയും പെയ്യാൻ തുടങ്ങിയപ്പോൾ വാവ എന്ന ചെറിയ കുട്ടിയുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു. പെരുമഴയത്ത് കാക്കയും കുയിലും പ്രാവും ഒക്കെ നനഞ്ഞു വിറയ്ക്കുന്നതും കൂടുകൾ തകർന്നു പോകുന്നതും കണ്ട വാവയ്ക്ക് ആ പാവം പക്ഷിക്കുഞ്ഞുങ്ങളെ ഓർത്ത് വലിയ സങ്കടം തോന്നി. പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നിയ അവൾ ഒട്ടും വൈകാതെ അമ്മയുടെ കയ്യിലിരുന്ന വലിയ പുള്ളിക്കുട വാങ്ങി തറയിൽ നിവർത്തി വെച്ചു. തുടർന്ന് ജനലരികിൽ ചെന്ന് കാട്ടിലെ മൃഗങ്ങളെയും പക്ഷികളെയും തൻ്റെ കുടക്കീഴിലേക്ക് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ആ സ്നേഹവിളി കേട്ടപാടെ മാനുകളും മയിലുകളും ഉൾപ്പെടെയുള്ള ജീവികളെല്ലാം ഓടിയെത്തി. മനുഷ്യർ തീയിട്ട കാട്ടിൽ നിന്നും, മണ്ണുമാന്തിയ മലകളിൽ നിന്നും, പ്രളയം വന്ന നദിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇടമില്ലാതെ വലഞ്ഞ എല്ലാ ജീവജാലങ്ങളും വാവയുടെ കുടക്കീഴിൽ വരി വരിയായി ഒതുങ്ങി നിന്നപ്പോൾ ആ ചെറിയ പുള്ളിക്കുട അവരെയെല്ലാം സംരക്ഷിക്കുന്ന വലിയൊരു കാടോ വീടോ പോലെയായി മാറി. വന്ന ജീവികളോടൊക്കെ വളരെ പെട്ടെന്ന് ഇണങ്ങിയ വാവ അവർക്കെല്ലാം ആഹാരം അഥവാ മാമു നൽകി. സ്നേഹത്തോടെ ഉറക്കുകയും ഒടുവിൽ അവരോടൊപ്പം ഒന്നിച്ച് ഉറക്കമാവുകയും ചെയ്തു. പ്രകൃതിയിലെ പാവം ജീവജാലങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ നല്ലൊരു സ്വപ്നം കണ്ട് വാവ ഉറക്കത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഈ കവിത അവസാനിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന പാവം ജീവജാലങ്ങളോട് മനുഷ്യർ കാണിക്കേണ്ട കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ് കവി ഇതിലൂടെ നൽകുന്നത്. ടീച്ചർ ദ്വീപ് കളി പരിചയപ്പെടുത്തിയല്ലോ. കളിയെപ്പറ്റി ചർച്ച ചെയ്തു കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കൂ. ദ്വീപ് കളിയുടെ രീതി. തറയിൽ കുറച്ച് വട്ടങ്ങൾ അഥവാ ദ്വീപുകൾ വരച്ചിട്ട് കുട്ടികൾ അതിനു ചുറ്റും ഓടുന്നു. കളി നിയന്ത്രിക്കുന്നയാൾ മഴ പെയ്യുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടി ഏതെങ്കിലും ഒരു വട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ദ്വീപിൽ കയറി നിൽക്കണം. ഒരു വട്ടത്തിൽ കൂടുതൽ ആളുകൾ കയറി നിൽക്കുമ്പോൾ പരസ്പരം വീണു പോകാതെ കെട്ടിപ്പിടിച്ച് ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നു. ഇനി കവിതയുമായുള്ള ബന്ധം നോക്കാം. ഈ കളിയുടെ അതേ അനുഭവം തന്നെയാണ് വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലും കാണുന്നത്. പുറത്ത് വലിയ പെരുമഴയും ഇടിയും വെള്ളപ്പൊക്കം പോലെ ഉണ്ടായപ്പോൾ ജീവജാലങ്ങൾക്ക് രക്ഷപ്പെടാൻ വാവ തറയിൽ തുറന്നു വെച്ച പുള്ളിക്കുട ഒരു ദ്വീപ് പോലെയായി. ചേർത്തുപിടിക്കൽ. ദ്വീപുകളിൽ കുട്ടികൾ ഔട്ടാവാതിരിക്കാൻ ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് പോലെ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും ഒന്നുപോലും പുറത്താകാതെ
വാവയുടെ ചെറിയ കുടക്കീഴിൽ പരസ്പരം ഇണങ്ങി ഒതുങ്ങി നിന്നു. ചുരുക്കത്തിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ സ്വാർത്ഥരാകാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനും പരസ്പരം ചേർത്തുപിടിക്കാനും സംരക്ഷിക്കാനും തയ്യാറാകണം എന്ന വലിയ സന്ദേശമാണ് കളിയും കവിതയും ഒരേപോലെ പങ്കുവയ്ക്കുന്നത്. 3-ാം ക്ലാസ്സിലെ ഏത് കവിതയുടെ താളത്തോടാണ് ഇത് യോജിക്കുന്നതെന്ന് കണ്ടെത്തി ചൊല്ലൂ. വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട്. ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്തു വ്യത്യാസമാണുള്ളത്? വീട് വലുതാവുന്നു എന്ന കഥയിൽ മനുഷ്യരാണ് അതിഥികളായി വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ വാവ തൻ്റെ കുടയാകുന്ന വീട്ടിലേക്ക് സ്നേഹത്തോടെ വിളിച്ചു വരുത്തുന്നത് കാട്ടിലെ പാവമൃഗങ്ങളെയും പക്ഷികളെയുമാണ്. മനുഷ്യർ കാടും മലയും നശിപ്പിച്ചപ്പോൾ അഭയമില്ലാതെ വലഞ്ഞുപോയ ജീവജാലങ്ങൾക്ക് വാവ കരുണയോടെ അഭയം നൽകുന്നു എന്നതാണ് പ്രധാന വ്യത്യാസം. ചുട്ടെരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്കെഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കാട്ടിൽ നിന്ന് ഒഴുക്കിലും തീയിലും പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു പാവം ആനയാണ്. മനുഷ്യരായ നിങ്ങൾ വികസനത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ കാടുകൾ വെട്ടിനശിപ്പിക്കുകയും തീയിടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകണം? കുടിക്കാൻ ഒരു തുള്ളി വെള്ളമോ തിന്നാൻ ഇലകളോ ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെയും കൂടി ഒന്ന് ചേർത്തു പിടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ ഭൂമി ഞങ്ങൾക്കും കൂടി ജീവിക്കാനുള്ളതാണെന്ന് ദയവായി മറക്കരുത്. ഞങ്ങളുടെ കാടുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് നിങ്ങളുടെ സ്വന്തം ആന. മറ്റുള്ളവർക്കായി എന്ന രചന ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ. ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതൂ. നമ്മുടെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന വലിയ അറിവാണ് ഈ രചന നമുക്ക് നൽകുന്നത്. പ്രകൃതിയിലെ പുഴകൾ ഒഴുകുന്നത് സ്വന്തം ദാഹം തീർക്കാനല്ല, മറിച്ച് മറ്റുള്ളവരുടെ ദാഹം മാറ്റാനാണ്. അതുപോലെ മരങ്ങൾ കായ്ക്കുന്നത് സ്വന്തമായി തിന്നാനല്ല, മറ്റുള്ളവർക്ക് നല്ല പഴങ്ങൾ നൽകാനാണ്. പശുക്കൾ പാൽ തരുന്നത് സ്വന്തം കുഞ്ഞിനു വേണ്ടി മാത്രമല്ല, മനുഷ്യർ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ കൂടിയാണ്. ചുരുക്കത്തിൽ, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും പ്രകൃതിയിലെ ഓരോ ഘടകവും നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്കും ജീവജാലങ്ങൾക്കും ചെയ്ത് കൊടുക്കണം എന്ന ജീവകാരുണ്യത്തിൻ്റെ വലിയൊരു പാഠമാണ് ഈ രചനയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ലോകത്തെയാണ് വാവ കിനാവ് കണ്ടത്. എന്നാൽ ഈ കഥയിൽ എന്താണ് പറയുന്നത്? യുദ്ധം അത്ര നല്ലതല്ല. കുട്ടി ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിലൊരു പട്ടാളക്കൂട്ടത്തിൻ്റെ ചിത്രം കണ്ടത്. ഈ യുദ്ധം രസികൻ സംഗതി തന്നെ. ഞാനൊരു യുദ്ധവീരൻ, എനിക്കും ഒരു പടയുണ്ടാക്കണം. അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത്. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? ഞാൻ തന്നെ, ഒരു പൂച്ച. പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിക്ക്. കുട്ടി ആ ചിത്രപുസ്തകത്തിൽ തൊട്ട് കാണിച്ചു. ദേ നോക്കിയേ, കടുവ നിന്നെപ്പോലെ തന്നെ ഇല്ലേ? അപ്പോൾ നീയൊരു കടുവയായിരിക്കും. ഒരു കടുവ യുദ്ധത്തിന് എന്തായാലും നല്ലൊരു കൂട്ട് തന്നെ. ആയിരിക്കും, പൂച്ച സമ്മതിച്ചു. അതിന് സന്തോഷമായി. അങ്ങനെ ആ പട്ടാളക്കാരനും ആ കടുവയും കൂടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു തേരട്ട അതിലേ പോയത്. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? തേരട്ടയ്ക്ക് ആ ചോദ്യം നല്ല രസമായി തോന്നി. ഞാൻ തന്നെ, ഒരു തേരട്ട. നിക്ക്. കുട്ടി വീണ്ടും ആ ചിത്രപുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങി. ദേ നോക്കിയേ, തീവണ്ടി നിന്നെപ്പോലെ തന്നെ ഇല്ലേ? അപ്പോൾ നീയൊരു തീവണ്ടി ആയിരിക്കും. യുദ്ധത്തിനൊരു തീവണ്ടി കൂടിയേ തീരൂ. ആയിരിക്കും, തേരട്ട സമ്മതിച്ചു. അതിന് അഭിമാനം തോന്നി. അപ്പോൾ ആ പട്ടാളക്കാരനും ആ കടുവയും ആ തീവണ്ടിയും കൂടിയായി യാത്ര. ആ യാത്ര കണ്ട് രസം പിടിച്ചാണ് അതിലേ പോയ ആനത്തുമ്പി ഇത്തിരി നേരം അവിടെ ചിറകടിച്ച് നിന്നുപോയത്. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? ആനത്തുമ്പി അമ്പരന്നുപോയി. ഞാൻ തന്നെ, ഒരു ആനത്തുമ്പി. നിക്ക്. കുട്ടിയുണ്ടോ വിടുന്നു. ചിത്രപുസ്തകം മറിച്ചു നോക്കലോട് മറിച്ചു നോക്കൽ. ദേ നോക്കിയേ, ഹെലികോപ്റ്റർ. ഇത് കണ്ടാൽ നീ തന്നെ. അപ്പോൾ നീയൊരു ഹെലികോപ്റ്റർ ആയിരിക്കും. ഒരു ഹെലികോപ്റ്റർ ഇല്ലാതെ എന്തു യുദ്ധം?
ആയിരിക്കും ആയിരിക്കും, ആനത്തുമ്പി സമ്മതിച്ചു. അതിന് അത്ഭുതം തോന്നി. ഇപ്പോൾ ആ പടയിൽ കൂട്ടുകാർ ആരൊക്കെയാ ഉള്ളത്? ആ പട്ടാളക്കാരൻ, ആ കടുവ, ആ തീവണ്ടി, ആ ഹെലികോപ്റ്റർ. നല്ല മേളം തന്നെ. ആ മേളത്തിനിടയിലേക്കാണ് ഒരു ശബ്ദം വന്നു വീണത്. ബേ ബേ, ഒരാട്. ഉണ്ടക്കണ്ണും ഊശാൻ താടിയും ഉഗ്രൻ കൊമ്പുകളുമുള്ള ഒരാട്. നീ ആയിരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അന്വേഷിച്ച് നടക്കുന്ന ശത്രു. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? ഞാൻ ശത്രുവൊന്നുമല്ല. ഞാൻ തന്നെ, ഒരാട്. ആടിന് സങ്കടം വന്നു. നിക്ക് നിക്ക്, നീയൊന്നും ആവില്ല. നീ ഞങ്ങളുടെ ശത്രു തന്നെ. നീ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. കുട്ടി പുസ്തകം വേഗം വേഗം മറിച്ചു നോക്കി തുടങ്ങി. അപ്പോഴേക്കും സങ്കടം അരിശമായി മാറിയ ആട് കണ്ണു ചുവപ്പിച്ചും കൊമ്പു കുലുക്കിയും താടി വിറപ്പിച്ചും വന്ന് കുട്ടിയെ ഒരൊറ്റ ഇടി. പടയിലെ കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആടിൻ്റെ വരവ് കണ്ട് ചിതറിയോടി. എവിടേക്ക് പോയോ ആവോ. ശരിയാ, അതേ ഒരാട്. അപ്പോഴേക്കും വീണിടത്തു നിന്ന് എണീറ്റ കുട്ടി പുസ്തകത്തിൽ നിന്ന് അത് ഒരുവിധം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ നീ ഒരു ആട് തന്നെയായിരിക്കും, ശത്രുവൊന്നും ആവില്ല. ഇപ്പോൾ ചിരി വന്നത് ആടിനാണ്. പൊയ്ക്കോ, ആട് തലയാട്ടി പറഞ്ഞു. മടങ്ങുമ്പോൾ പട്ടാളക്കാരനും കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആലോചിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു. എന്തായാലും ഈ യുദ്ധം അത്ര നല്ലതല്ല, ഉറപ്പ്. എഴുതിയിരിക്കുന്നത് ജീവൻ SM. കഥ തുടങ്ങുന്ന രീതി ശ്രദ്ധിച്ചുവോ? ഈ കഥ മറ്റേതെല്ലാം രീതിയിൽ തുടങ്ങാം? കണ്ടെത്തി പറയൂ. ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത്, ഒരിക്കലൊരു അവധിക്കാലത്ത് വീട്ടിലിരുന്ന് ബോറടിച്ച ഒരു കൊച്ചുമിടുക്കൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മനോഹരമായ ഒരു ചിത്രപുസ്തകം എടുത്ത് നോക്കുകയായിരുന്നു. ഇങ്ങനെ തുടങ്ങാം കഥ. അതല്ലെങ്കിൽ, പട്ടാളക്കാരനാകാൻ കൊതിച്ച ഒരു കുട്ടി ഒരു ദിവസം തൻ്റെ പുസ്തകത്തിലെ യുദ്ധചിത്രങ്ങൾ കണ്ട് ആവേശഭരിതനായി. ഇങ്ങനെയും തുടങ്ങാവുന്നതാണ്. 3-ാം ക്ലാസ്സിൽ നാടോടിക്കഥ പറയുന്ന രീതി പരിചയപ്പെട്ടില്ലേ? ഈ കഥ ആ രീതിയിൽ വായിച്ച് അവതരിപ്പിക്കൂ. നാടോടി കഥകൾ പറയുമ്പോൾ തനതായ താളവും ഭാവവ്യത്യാസവും വേണം. ഉദാഹരണത്തിന്, അങ്ങനെ നമ്മുടെ കുട്ടി പുസ്തകം നോക്കി നടക്കുമ്പോഴല്ലേ ഒരു പാവം പൂച്ച അങ്ങോട്ട് വന്നത്. കുട്ടിയാണെങ്കിൽ വിടുമോ? അവൻ ചോദിച്ചു, നീ ആരാടാപ്പാ എന്ന രീതിയിൽ ആംഗ്യങ്ങളോടെയും ശബ്ദവ്യത്യാസത്തോടെയും ക്ലാസ്സിൽ പറഞ്ഞ് ഫലിപ്പിക്കാം. കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? യുദ്ധവും വഴക്കുകളും എപ്പോഴും വേദനയും നാശനഷ്ടങ്ങളും മാത്രമേ ഉണ്ടാക്കൂ എന്നും ആരെയും വെറുതെ ശത്രുക്കളാക്കരുതെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒത്തൊരുമിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന വലിയ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. യുദ്ധം ഉണ്ടാവരുതെന്ന് കരുതുന്നവരാണ് നാം. യുദ്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പട്ടാളക്കാർ? ഈ ചിത്രം വായിച്ച ശേഷം കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് വിവരണം എഴുതൂ. കണ്ടില്ലേ, ചിത്രത്തിൽ പട്ടാളക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് എഴുതി നോക്കാം. പട്ടാളക്കാർ എന്നാൽ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നവർ മാത്രമല്ല. നാട്ടിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ അവർ എപ്പോഴും ഓടിയെത്താറുണ്ട്. ചിത്രത്തിൽ കാണുന്നത് വയനാട്ടിലെ വലിയൊരു ദുരന്തകാലത്തെ രക്ഷാപ്രവർത്തനമാണ്. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും പെട്ട് ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ പട്ടാളക്കാർ അവിടെ എത്തി. അവർ പുഴകൾക്ക് കുറുകെ വേഗത്തിൽ താൽക്കാലിക പാലങ്ങൾ ഉണ്ടാക്കി. ദുരന്തത്തിൽ കുടുങ്ങിയ കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും അവർ ഹെലികോപ്റ്ററിലും വഞ്ചിയിലും സുരക്ഷിതമായി മാറ്റിയെടുത്തു. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാനും അവർ മുന്നിൽ നിന്നു. യുദ്ധമില്ലാത്തപ്പോഴും മനുഷ്യരുടെ ജീവൻ കാക്കാൻ പട്ടാളക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഈ ചിത്രങ്ങൾ നമ്മെ കാണിച്ചു തരുന്നു. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ പാഠഭാഗം നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്